എല്ലാവർക്കും സിനിമ ഇൻഫോ മലയാളത്തിലെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് സംസാരിക്കാനായിട്ട് പോകുന്നത് പല്ലോട്ടി 90s പിന്നെ അതേപോലെ തന്നെ പാലും പഴവും. ഈ ഒരു ചിത്രങ്ങളെ ഒഫീഷ്യൽ OTT അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ പുഷ്പ 2 OTT റിലീസിന് വരാൻ പോകുന്നുണ്ട്. അതിനെപ്പറ്റി ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയുന്നുണ്ടാവും. ഫസ്റ്റത്തെ OTT റിലീസിന് വരാൻ പോകുന്ന ഈ ഒരു ചിത്രമാണ് പാലും പഴവും. ഈ ഒരു ചിത്രം ഒഫീഷ്യലായിട്ട് OTT റിലീസിന് വരാൻ പോകുന്നുണ്ട്. എന്നാണ് പറയുന്നെങ്കിൽ സൈനാപ്ലേ ആണ് OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച ഈ ഒരു ചിത്രം OTT വരുന്നതായിരിക്കും. ഡിസംബർ 20-ാം തീയതിയാണ് സൈനാപ്ലേ OTT വരാൻ പോകുന്നത്. അതിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് പുറത്തിയിട്ടുണ്ട് സൈനാപ്ലേ. പിന്നെ അടുത്ത ഒഫീഷ്യലായിട്ട് OTT റിലീസിന് വരാൻ പോകുന്ന ഈ ഒരു ചിത്രമാണ് പല്ലോട്ടി 90. ഈ ഒരു ചിത്രം മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചിത്രം ഒഫീഷ്യലായിട്ട് ഈ വരുന്ന ഡിസംബർ 18-ാം തീയതിയാണ് OTT വരാൻ പോകുന്നത്. അതായത് മനോരമ മാക്സ് വഴി ഡിസംബർ 18-ാം തീയതി നാളെ രാത്രിയായിട്ട് ഈ ഒരു ചിത്രം OTT വരുന്നതായിരിക്കും. കൺഫേം ആണ്. പിന്നെ അതേപോലെ സിംപ്ലി സൗട്ട് വരെ ഈ ചിത്രം OTT വരുന്നതായിരിക്കും. അടുത്ത OTT റിലീസിൽ വരാൻ പോകുന്ന അല്ലു അർജുൻ നായകനാവുന്ന സുകുമാർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ പാൻ ഇന്ത്യ മൂവിയാണ് ഈ ഒരു പുഷ്പ 2. ഇപ്പോഴും തിയേറ്ററിൽ നല്ല രീതിയിൽ ഈ ഒരു ചിത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പുഷ്പ 2 ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. അല്ലു അർജുന്റെ ഈ ഒരു പുഷ്പ 2 റെക്കോർഡാണ് നേടി കഴിഞ്ഞിട്ടുള്ളത്. 1000 പുറത്താണ് 1 വീക്ക് കൊണ്ട് ഈ ചിത്രം കളക്ഷൻ നേടിയത്. അങ്ങനെ ഈ ചിത്രം OTT റിലീസിന് വരാൻ പോകുന്നുണ്ട്. എന്നാണ് പറയുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വഴി ജനുവരി 10-ാം തീയതിയാണ് ഈ ചിത്രം OTT റിലീസിന് വരാൻ പോകുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത OTT എല്ലാവരും വെയിറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ചിത്രമാണ് പനി. എല്ലാ സിനിമാ പ്രേമികളും ഈ ഒരു ചിത്രം OTT വെയിറ്റ് ചെയ്യാവുന്ന അങ്ങനെ കാത്തിരിപ്പിന് അവസാനമായി ഈ ഒരു ചിത്രം കൺഫേം ആയിട്ട് OTT വരാൻ പോകുന്നുണ്ട്. സോണി ലിവാണ് OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്ത കാര്യമാണ്. ഈ ഒരു ചിത്രം തിയേറ്ററിൽ നിന്നും റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഹിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പണി ചിത്രം. ഈ ഒരു സിനിമ ത്രില്ലർ ആയിട്ടൊരു സിനിമയാണ്. വയലൻസ് ഒക്കെ അടങ്ങിയ ഒരു ചിത്രമാണ്. ഈ ഒരു സിനിമ OTT റിലീസിന് വരാൻ പോകുന്നത് ഈ വരുന്ന ഡിസംബർ 20-ാം തീയതി ആയിട്ട് ഈ ചിത്രം OTT വരുന്നതായിരിക്കും. അതായത് അടുത്ത ആഴ്ച ആയിട്ട് ഈ ചിത്രം സോണി ലീവ് വരെയാണ് OTT വരാൻ പോകുന്നത്. ഈ വരുന്ന ഡിസംബർ 20-ാം തീയതി അടുത്ത OTT റിലീസിന് എത്താൻ പോകുന്ന ഈ ഒരു ചിത്രമാണ് മലയാള ചിത്രമാണ് ഈ ഒരു അയാം കാതലൻ. നസ്ലിൻ ഈ ഒരു ചിത്രത്തിൽ ഹാക്കറായിട്ടാണ് അഭിനയിക്കുന്നത്. സൈബർ ഹാക്കർ ഒരു ചിത്രമാണ്. അങ്ങനെ ആസ്പദമായി ഇറക്കിയ ഈ ഒരു ചിത്രമാണ് അയാം കാതലൻ. അങ്ങനെ ഈ ഒരു ചിത്രം OTT വരാൻ പോകുന്നുണ്ട്. തിയേറ്ററിൽ നിന്നും അത്യാവശ്യം റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആവറേജ് അഭിപ്രായം നേടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ചിത്രം OTT വരാൻ പോകുന്നത്. മനോരമ മാക്സ് ആണ് ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. ഡിസംബർ ലാസ്റ്റ് വീക്കോടെ ഈ ചിത്രം OTT റിലീസിന് വരാൻ പോകുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ഡേറ്റ് പറയുകയാണെങ്കിൽ ഡിസംബർ 29-ാം തീയതിയാണ്. ഈ വൈകാൻ ഇതിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. അടുത്തായിട്ടുള്ള ചിത്രം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം റിലീസിന് വന്നിട്ടുള്ള രാജ് വെന്നാറുമുണ്ട് പ്രധാന വേഷത്തെത്തി ഈ ഒരു ചിത്രമാണ് മദനോത്സവം. ഈ ഒരു ചിത്രം ഒരു കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. അങ്ങനെ ഒഫീഷ്യലായിട്ട് ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. സർപ്രൈസ് ആയിട്ട് ക്രിസ്മസ് പ്രമാണിച്ച് മനോരമ മാക്സ് വരെ അധികം വൈകാൻ ഈ ചിത്രം OTT വരുന്നതായിരിക്കും. ഈ ഡിസംബർ മാസം തന്നെ ഈ ചിത്രം OTT വരുന്നതായിരിക്കും. കൺഫേം ആണ്.